ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ആക്ച്വലി സാറ്റർഡേ ആണ്. അപ്പോൾ ഇന്ന് എഴുന്നേൽക്കാൻ നല്ല ലേറ്റായിപ്പോയി. ഇതിപ്പോൾ സമയം 6:35. സാധാരണ ഒരു 5:30 5:45 കഴിയുമ്പോൾ എഴുന്നേറ്റിട്ട് ഒന്ന് ജിമ്മിലൊക്കെ പോകുന്നതായിരുന്നു. ഇപ്പോൾ 2-3 ദിവസമായി ശരിക്കും പറഞ്ഞ് ജിമ്മിൽ പോകാത്തത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വെയിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ രാവിലെ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ വരുമ്പോഴേക്കും നല്ല ടയർഡായിട്ടാണ് വരുന്നത്. കുറച്ച് ദിവസമായിട്ട് കൂടുതലും സൈറ്റ് വിസിറ്റും പുതിയ വർക്കും അതേപോലെ ക്ലയൻറ്റ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫീസിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ബിസി ഷെഡ്യൂളായിപ്പോയി. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ അവരുടെ സ്കിന്നായാലും ഹെൽത്ത് ആയാലും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് നല്ല എ സിയിലൊക്കെ നല്ല കൂളിങ്ങിലിരിക്കാം, പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒട്ടും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കണം. ഞാനിതാ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കില്ല ഇപ്പോൾ അവസ്ഥ. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഹെൽത്തും സ്കിന്നും നമുക്ക് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ സ്കിന്നിൽ ഇപ്പോൾ ഭയങ്കര ഇത്രയും വെയിൽ കൊള്ളുന്നതുകൊണ്ട് തന്നെ നമ്മളെ സ്കിന്നെല്ലാം ഭയങ്കര ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും സ്കിൻ റെമഡീസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇത് കണ്ടോ, എൻ്റെ റൂമിൽ എൻ്റെ ബെഡിൻ്റെ അടുത്ത് തന്നെ ഞാൻ എപ്പോഴും മോയ്സ്ചറൈസറും അതേപോലെ തന്നെ ഒരു വാസ്ലിനും എപ്പോഴും അവിടെ സ്റ്റോക്ക് വെക്കും. കാരണം ഉറങ്ങാൻ നോക്കുമ്പോഴേക്ക് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് ക്രീം അല്ലെങ്കിൽ സിറോ അങ്ങനെ എന്തെങ്കിലും, സിറം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞു പോയി. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റിട്ട് വീണ്ടും ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ബെഡിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവെക്കും. അഥവാ മറന്നുപോലെ എടുത്ത് യൂസ് ചെയ്താൽ മതിയല്ലോ. എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് ബയോസെബിൻ്റെയാണ് മോയ്സ്ചറൈസർ ക്രീം. അപ്പോൾ ഞാൻ കുറേ മാസമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് തരുന്നതാണ്. അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ പുറത്തിറങ്ങുന്ന സമയത്ത് മോയ്സ്ചറൈസിങ് ക്രീം മാത്രമല്ല നല്ല സൺസ്ക്രീൻ ലോഷനും കൂടി നമ്മൾ യൂസ് ചെയ്യണം. അത് ഞാൻ യൂസ് ചെയ്യുന്നത് അതിവിടെ ഇല്ല, അവിടെയുള്ളത് അതും കൂടി യൂസ് ചെയ്യണം. സൈറ്റിലൊക്കെ പോകുന്നവർ ഓയിലി സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിന് പകരം കുറച്ചും കൂടി മാറ്റ് ടൈപ്പുള്ള, അതായത് ഫിസിക്കൽ സൺസ്ക്രീനൊക്കെ കിട്ടും. അപ്പോൾ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഡോക്ടറെ സജഷൻസ് എടുത്തിട്ട് വാങ്ങിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും യൂസ് ചെയ്യണം. അതും ഇപ്പോൾ യൂസ് ചെയ്താൽ തന്നെ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അതൊക്കെ ആരും ചെയ്യില്ല, പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യാറില്ല, അതായത് വലിയ മടി. അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ വാസ്ലിൻ എല്ലാവർക്കും അറിയാമല്ലോ, ചെറിയ കോസ്റ്റേ ഉള്ളൂ. വാസ്ലിൻ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉറങ്ങാൻ നോക്കുമ്പോൾ ഒന്ന് ലിപ്സിനോ ജസ്റ്റ് ഞാനങ്ങനെ കൈക്കെല്ലാം വെറുതെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ബെറ്റർ റിസൾട്ട് കിട്ടും. ചുണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യില്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതിനൊക്കെ ഇത് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയണ്ടേ, വെയിൽ കൊള്ളുന്ന സമയത്ത് ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ ഈ 2 പ്രൊഡക്റ്റ് എനിക്ക് നല്ല രീതിയിൽ യൂസ് ആവാറുണ്ട്. ഞാനിത് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നതല്ല, ഞാൻ ചെയ്യുന്നതൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി ഇനി എന്ത് ചെയ്യുന്നു, ഓഫീസിലേക്ക് പോകണം. ഓഫീസിൽ ഇന്ന് ഒരുപാട് ഷെഡ്യൂളിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് എഴുന്നേറ്റ് ഫ്രഷ് ആവാം. എഴുന്നേറ്റു. ഇനി അടുത്തത് എന്ന് പറയുന്നത് ബ്രഷ് ചെയ്യലാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ആയുർവേദ ടൂത്ത് പേസ്റ്റാണ്. അപ്പോൾ ഓൾമോസ്റ്റ് അത് ഫിനിഷായി കേട്ടോ. ഇതത് കഴിഞ്ഞു. ഇനി ഒരു 2 ദിവസം കൂടി അത് എത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. 2 ദിവസത്തേക്കുള്ള എന്തായാലും കാണാതിരിക്കില്ല, നമുക്ക് എടുത്ത് നോക്കാം. ഉണ്ട്. അപ്പോൾ ഇന്നത്തേക്കുള്ളത് കിട്ടി. അപ്പോൾ ഇനി അത് നമുക്കൊന്ന് അടുത്ത് ബ്രഷ് ചെയ്യലാണ്. ബ്രഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഫേസ് വാഷ് അപ്ലൈ ചെയ്ത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യലാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നത് ആക്മെൻ്റെ ഈ ഫേസ് വാഷാണ്. അപ്പോൾ ഇതെനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്ത് കേട്ടോ. എനിക്ക് നല്ലൊരു റിസൾട്ട് കേട്ടോ ഇതുകൊണ്ട് കിട്ടിയിരിക്കുന്നത്. ഇത് 70 ഗ്രാമുള്ളത്. അതുമാത്രമല്ല, ഈ ഒരു ട്യൂബ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ മാസം എത്തും. കുറച്ച് മാത്രമേ യൂസ് ചെയ്യേണ്ടുള്ളൂ. ഇപ്പോൾ ഇതാ കുറച്ച് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞു. അതിനുശേഷം ഇത് വാങ്ങിച്ചത്. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഗ്ലൂട്ടാഫൈൻ്റെ ഫേസ് വാഷ് ആയിരുന്നു. ഇതും അടിപൊളിയായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരുപാട് വെയിലൊക്കെ കൊള്ളുന്ന കാരണം ഞാനിപ്പോൾ ഇതാ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫേസ് വെറ്റ് ചെയ്യും. ഇതേപോലെ വെറ്റ് ചെയ്യും. അതിനുശേഷം ഇത് ഫേസ് വാഷ് കുറച്ച് കയ്യിലെടുക്കും. വളരെ കുറച്ച് മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. കുറച്ച് ഫേസ് വാഷ് കയ്യിലെടുക്കും. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പിമ്പിൾസിനും കൂടി നല്ലതാണ്. മെയിനായിട്ട് അതാണ്, നമ്മൾ പിമ്പിൾസ് എല്ലാം വരുന്നതിന്
പിമ്പിൾസ് എല്ലാം വന്ന ബ്ലാക്ക് മാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിനൊക്കെ ഇത് ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കിപ്പോൾ കൂടുതലും ഈ പീരീഡ്സ് ടൈമൊക്കെ പിമ്പിൾസ് 2-3 പിമ്പിൾസൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്കിത് ബെറ്റർ റിസൾട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് കയ്യിലെടുത്തിട്ട് 2 കയ്യിലും ആക്കിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം. എത്ര ടൈം നമുക്ക് ഓവർ ടൈം വേണ്ട, നമുക്കൊരു 2-3 മിനിറ്റോ. പക്ഷേ 2-3 മിനിറ്റ് പറയുമെങ്കിലും എനിക്ക് അത്രയൊന്നും ടൈം ചിലപ്പോൾ കിട്ടാറില്ല. ചിലപ്പോൾ അധികം ഹറിബറിയായിട്ട് വാഷ് ചെയ്തിട്ട് പോകാറാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഫേസ് വാഷ് അപ്ലൈ ചെയ്യാം. ഫേസ് വാഷ് നമ്മൾ ഡെയിലി 1-2 തവണയല്ലേ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫേസ് വാഷ് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ, ഈ ഒരു സർക്കുലർ മോഷനിൽ നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് പറയും. ഒരുപാട് ടൈറ്റ് എടുത്തിട്ട് നമ്മൾ ഫേസ് വാഷ് അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ, മെല്ലെ ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മളെ ഫേസിനെ നമ്മൾ അത്രയും നന്നായിട്ട് നോക്കണം. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഫേസിൽ ആ റിസൾട്ട് വരും. അത് നന്നായിട്ട് മനസ്സിലായ ഒരാൾ തന്നെയാണ്. കാരണം ആദ്യമൊക്കെ ഞാൻ സൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. സ്കിൻ കെയറിങ്, നൈറ്റ് കെയറിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കര വില കൂടിയ ഡ്രസ്സും അങ്ങനെയൊക്കെ ഇട്ട് പോകും. പക്ഷെ നമ്മുടെ ഫേസ് എപ്പോഴും ഭയങ്കര ഡള്ളായിട്ട് ഫീൽ ചെയ്യും. ബ്ലാക്ക് അല്ല, ബ്ലാക്ക് ഒരു ബ്യൂട്ടി തന്നെയാണ്, പക്ഷെ ബ്ലാക്ക് ആണെങ്കിലും ഭയങ്കര ഡള്ളായിട്ട് ഫീൽ ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അതിൻ്റെതായ റിസൾട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മൂക്കിൻ്റെ അടുത്തും ഒക്കെ നന്നായിട്ട് ചെയ്യാം. ഈ ഫേസ് വാഷ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഫേസ് യോഗയൊക്കെ ചെയ്യുന്ന ബെറ്ററായിട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊന്ന് സമയം നോക്കി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് 2 മിനിറ്റ് അങ്ങനെ ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഒരു ടവൽ എടുത്തിട്ട്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ, നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ടവലായാലോ തോർത്തായാലോ ഒരിക്കലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. നമ്മളെപ്പോഴും സെപ്പറേറ്റ് ഒരു ടവലായിരിക്കണം. അത് ഉപയോഗിച്ച് മെല്ലെ വൈപ്പ് ചെയ്യാം. ഇതാ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം എൻ്റെ ഫേസ് ഇങ്ങനെയുള്ള മെല്ലെ വൈപ്പ് ചെയ്തതിന് ശേഷം ഞാൻ അടുത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുറ്റത്തൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസറും സൺസ്ക്രീൻ ലോഷനും ഉപയോഗിക്കും. ഇവിടെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇത് ടോണർ, നമ്മളെ റൈസ് വാട്ടറാണ്. മീൻസ് നമ്മളെ കഞ്ഞിവെള്ളത്തിൻ്റെ മാമാഅർത്തിൻ്റെ റൈസ് വാട്ടറാണ്. അതെനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. മാമാഅർത്തിൻ്റെ റൈസ് വാട്ടർ കുറച്ച് കയ്യിലെടുത്ത്, ശരിക്കും ഇത് കഞ്ഞിവെള്ളത്തിൻ്റെ കളർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് 2 കയ്യിലും അപ്ലൈ ചെയ്തിട്ട് മെല്ലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെക്കും ഫേസിൽ. ഈ ടോണർ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്തെടുക്കും. ചെറിയൊരു പുകച്ചൽ ഫീൽ ചെയ്യും, കുഴപ്പമില്ല. ഇങ്ങനെ ഇത് അപ്ലൈ ചെയ്തെടുക്കും. ഇതെൻ്റെ ഷവർ ജെല്ല കേട്ടോ, പിന്നെ അരോമയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം. ഇത് നല്ല സ്മെല്ലാണ്, അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്താ അറിയോ, നമ്മൾ ഈ ഫേസ് വാഷ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു തണുത്ത വെള്ളത്തിൽ കുറച്ച് ഐസ് പീസ് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിൽ ഫേസ് വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനേക്കാളും നമ്മളിപ്പോൾ ചെയ്യുന്നതിനേക്കാളും നല്ല റിസൾട്ട് കിട്ടിയിട്ട്. അത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഈ ഐസ് പീസൊക്കെ നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതൊക്കെ ബെറ്റർ റിസൾട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഇതിപ്പം താഴെ ഇറങ്ങി ഫ്രിഡ്ജ് തുറന്ന് ഐസ് പീസ് എടുത്ത് കൊണ്ടുവന്ന് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഇവിടെയുള്ള വെള്ളം ഉപയോഗിച്ച് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, താഴേക്ക് വന്നു. അപ്പോൾ നമ്മളെ ബ്രൗണി എവിടെയെങ്കിലും ഉണ്ടാവും. ബ്രൗണി രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ചെറിയൊരു സൗണ്ട് കേട്ടാൽ മതി, അപ്പം തന്നെ ഓടി വരുതാ കക്ഷി ഇവിടെ എത്തിയിട്ടുണ്ട്. ബ്രൗണി വാ 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 വാ. കുറച്ച് സമയം ഇനി ആശാൻ്റെ കൂടെ കുറച്ച് സമയം കളിക്കും. വാ അടി വാ. ഡോണ്ടു ഫുഡ് കഴിച്ചാ ബ്രൗണി? ഫുഡ് കഴിച്ചാടാ? കഴിച്ചാ? അപ്പോൾ കഷിക്കും. അപ്പോൾ ഞാൻ എഴുന്നേക്കട്ടെ ബ്രൗണി?
ഇനി എൻ്റെ പിറകെ ആയിരിക്കും കക്ഷി കുറേ സമയം. ഇതാ ഇവിടെ ജസ്റ്റ് വന്നൊന്ന് പ്രാർത്ഥിച്ച് അമ്മക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിലാക്കി വെക്കണം കേട്ടോ. ഒരു 5:30 എണീറ്റിട്ട് എല്ലാം റെഡിയാക്കി വെക്കുന്ന ആളാണ്. അപ്പോൾ ഇവിടെ ദോശയും ചിക്കൻ കറിയൊക്കെയാണ് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്കെന്തായാലും ദോശയും ചിക്കനൊന്നും വേണ്ട, ഞാൻ ഓട്സിൻ്റെ ആളാണ്. ഇനിയിപ്പോൾ അടുത്തത് ഓട്സ് റെഡിയാക്കലാണ്. ഇപ്പോൾ എനിക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഓട്സും അതേപോലെ തന്നെ ഇതാ ജ്യൂസർ എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. ക്യാരറ്റും ബീട്രൂട്ടും പിന്നെ ഷുഗർ ഇടാണ്ട് അടിച്ചിട്ട്, ഇടയ്ക്ക് ആപ്പിൾ ഉണ്ടെങ്കിൽ, ഇന്ന് ആപ്പിൾ ഇല്ല, ആപ്പിൾ ഉണ്ടെങ്കിൽ ആപ്പിളും കൂടി ഇട്ടടിച്ചിട്ട് ABC ജ്യൂസ്, അതാണിപ്പോൾ രാവിലെ കഴിക്കുന്നത്. കാരണം ഞാൻ ഇന്ന് ചിക്കനോ ദോശയോ കഴിക്കുന്നുണ്ട്, നാളെ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ട്രെയിനർ തന്നെ കൊല്ലും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ 3-4 മുട്ടയാണ് കഴിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ 2 മുട്ടയാണ് അവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ ഫുഡ്. ഫാസ്റ്റിലും കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ സൈറ്റ് ഗ്രൂപ്പ്, ക്ലയൻറ്റ് ഗ്രൂപ്പ്, ഇതൊക്കെ ഒന്ന് നോക്കലാണ്. കാരണം ഓരോ സൈറ്റിനും ഓരോ ക്ലയൻറ്റിനും ഓരോ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെയാണ്. അത് കൂടാണ്ട് വേറെ എന്തെങ്കിലും മെസ്സേജസോ കാര്യങ്ങളോ അതൊക്കെ നോക്കൽ പണിയാണ് അടുത്തത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെക്ക് ചെയ്യാനിരിക്കും. അപ്പോൾ ക്ലയൻസിനൊക്കെ ആണെങ്കിൽ അതിൻ്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ ഓഫീസിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളും മറ്റെല്ലാം നോക്കി ഇതിന് തന്നെ ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂറോളം അങ്ങ് സമയം പോകും. അപ്പോൾ ഇതാണ് അടുത്ത ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യും, കുറച്ച് സമയം ഇൻസ്റ്റയിൽ നോക്കും. ആ ഒരു കുറച്ച് സമയം ഇൻസ്റ്റയിലൊക്കെ കയറിയാൽ അറിയാലോ, പിന്നെ അങ്ങനെ അങ്ങ് സമയം പോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ക്ലോക്കിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഈ പരിപാടിയൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് സമയം പോകുന്നേ അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കലാപരിപാടികളെല്ലാം നോക്കും. അപ്പോൾ ഇൻസ്റ്റയിലും ഒരുപാട് മെസ്സേജസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി. ഇത് നിങ്ങളുടെ ഓഫീസ് എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓഫീസ്, അപ്പോൾ ഓഫീസ് അഡ്രസ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഞാനിങ്ങനെ ഇടയ്ക്ക് ചെറിയ വീഡിയോസൊക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്കിപ്പോൾ സോഷ്യൽ മീഡിയ വഴി നല്ലൊരു എൻക്വയറി വരാറുണ്ട്. അത് ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്കൂടെയൊക്കെ വരാറുണ്ട്. എല്ലാം ഒന്നും എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒട്ടുമിക്കതും അവർക്ക് വേണ്ട രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റാറുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി വന്നൊരു പ്രൊജക്റ്റാണ്. അങ്ങനെ നല്ല രീതിയിൽ എൻക്വയറി വരാറുണ്ട്. ശരത് കൃഷ്ണൻ ലൈക്ക് യുവർ വീഡിയോ. അതാരാ ശരത് കൃഷ്ണൻ? ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു അമ്മയും മോനും ഉണ്ടല്ലോ, ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ആ കക്ഷി എൻ്റെ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട്. എന്താ ഈ ഒരു കക്ഷി എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്കി റെഡിയായിട്ട് ഓഫീസിൽ പോകേണ്ട പരിപാടി നോക്കാം. ഇപ്പോൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം എന്താ പറയുക, ഈ ഓഫീസിലേക്ക് പോകുമ്പോൾ ഡ്രസ്സ് സെലക്ട് ചെയ്യല്, ഏത് ഡ്രസ്സാണ് ഇടേണ്ടതെന്ന് ഇതിങ്ങനെ ആങ്കർമേൽ ഇങ്ങനെ തൂക്കി വെക്കും. പോകുമ്പോൾ എളുപ്പമല്ലേ വെച്ചിട്ട്. പക്ഷേ ചിലപ്പോൾ എന്ത് ചെയ്യുക, ഇതൊക്കെ കുറേ മാസമായിട്ട് ഇവിടെ തന്നെ കിടപ്പുണ്ടാവും, അത് തൊടുകയില്ല. എപ്പോഴും ഇടുന്നത് മാത്രം ഇട്ടുകൊണ്ട് നിൽക്കും, അതാ അവസ്ഥ. അപ്പോൾ എന്തായാലും ഒരു ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഓഫീസിലേക്ക് പോകാൻ റെഡിയാവാൻ വേണ്ടേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഈ ചൂട് കാലമായിട്ട് ഈ ബ്ലാക്ക് ഡ്രസ്സ് തന്നെ ഇട്ടിരിക്കുന്നത്, ഇത്രയും സമയം ചൂടിനെ കുറിച്ചല്ലേ പറഞ്ഞതെന്ന്. അപ്പോൾ ഇന്ന് ആക്ച്വലി ഞാൻ കൂടുതലും സൈറ്റിലല്ല, ഇന്ന് ഓഫീസിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇനിയൊന്ന് നമുക്ക് ഓഫീസിലേക്ക് പോകേണ്ട കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ ഡ്രയർ വെച്ച് നന്നായിട്ട് ഹെയർ ഒന്ന് ഉണക്കലാണ്. അപ്പോൾ അതവിടെ സെറ്റായി, അത് ഓൾമോസ്റ്റ് സെറ്റായി. ഇത് ഫേസ് ഇപ്പോൾ ഇത് ഇങ്ങനെയുള്ളത്. അപ്പോൾ നമുക്കിനി കുറച്ച് മോയ്സ്ചറൈസർ ക്രീമും അതേപോലെ സൺസ്ക്രീൻ ലോഷനൊക്കെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ബയോസബിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം തന്നെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ക്രീം കയ്യിലെടുക്കുക, ഫേസിൽ ഇങ്ങനെ വാരി തേക്കരുതേ, കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ വാരി യൂസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുറേയൊക്കെ നമ്മളെ കയ്യിൽ പോയിട്ട് വേസ്റ്റ് ആവുക. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്യാം, ഫേസിലെല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യാം. ബാക്കിയുള്ളത് ഞാനിങ്ങനെ കയ്യിലൊക്കെ ആക്കാറ് പതിവ്. അപ്പോൾ ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് 30 സെക്കൻഡ്. അപ്പോൾ അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ലോഷൻ എന്ന് പറഞ്ഞത് ബ്ലൈൻഡ്സ്, ഈ ഒരു സൺസ്ക്രീൻ ലോഷനാണ്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ ലോഷൻ കയ്യിലെടുത്തിട്ട് മൂന്ന് വിരലിൽ എടുക്കണം എന്നൊക്കെയാണ് പറയാറ്. ഞാനിപ്പോൾ 2 വിരലിൽ എടുക്കൽ.
അപ്പോൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ കുറച്ച് പീസ് എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ വൈപ്പ് ചെയ്യുന്ന പോലെ അപ്പോൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിന് ശേഷം ഞാൻ പുട്ടിയോ പ്രൈമറോ ഒന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനോ മറ്റോ ഉണ്ടെങ്കിൽ പുട്ടിയോ കോമ്പാക്റ്റ് എല്ലാം യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഓഫീസ് യൂസും അല്ലെങ്കിൽ സൈറ്റ് യൂസും മാത്രമാണെങ്കിൽ വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല, ഇങ്ങനെ മാത്രം. പക്ഷേ യൂസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, ലിപ്സ്റ്റിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. അപ്പോൾ ലിപ്സ്റ്റിക്ക് എപ്പോഴും യൂസ് ചെയ്യും. ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല ഷെയ്ഡാണ്, മാറ്റ് ഫിനിഷാണ്, ലിക്വിഡ് മാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും ഞാൻ ഇതിൻ്റെ ഈ സംഭവം ഈ ബ്രഷിനെ കൊണ്ട് തന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാറില്ല. അതിനായിട്ടൊരു ബ്രഷ് ഉണ്ട്, അപ്പോൾ വീണ് പോയിരുന്നു. അപ്പോൾ ഈ ഒരു ബ്രഷിനെ കൊണ്ടാണ് ലിപ്സ്റ്റിക്ക് ഇടാറ്. ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്. എനിക്ക് ഒരുപാട് ഡാർക്ക് കളറായിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഇഷ്ടമല്ല, ഇതുപോലത്തെ ഇഷ്ടം. ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യും. രാത്രി ഞാൻ ഈ വാസ്ലിൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ചുണ്ട് അങ്ങനെ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്യായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് പ്രശ്നമില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ഹെയറും കൂടി സെറ്റ് ചെയ്താൽ നമുക്ക് ഓഫീസിലേക്ക് പോവാം. സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഇങ്ങനെ തന്നെയാണ്. ഒരു കമ്മലും കൂടി ഇടുക. കമ്മലിലൊന്നും ഞാൻ ഒരുപാട് ശ്രദ്ധിക്കാറില്ല കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കമ്മലാണ് ഈ ഒരു കമ്മൽ. ഞാൻ അധികം ഒരു ഡയമണ്ടിൻ്റെ ചെറിയൊരു കമ്മലുണ്ട്, അതാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. ഇതാ ഈ ഒരു കമ്മൽ, ഇതാ. അപ്പോൾ അങ്ങനെയുള്ളത്. അപ്പോൾ എല്ലാം സെറ്റായി, ഡ്രസ്സൊക്കെ സെറ്റായി. ഞാൻ ഡ്രയർ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡ്രയർ വെച്ചിട്ട് സെറ്റാക്കിയിട്ടില്ല. കാരണം വെച്ചാൽ ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഇനിയിപ്പം നമ്മൾ ട്രാവലിങ് ചെയ്യുന്ന സമയത്തെല്ലാം ബാക്കിയുള്ളത് ഒന്ന് ഡ്രൈ ആയിക്കോളും. ഞാൻ അതേപോലെ യൂസ് ചെയ്യുന്ന മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിവിയയുടെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. അത് ഫേസിലല്ല, ഞാൻ കയ്യിലൊക്കെ. ഇതെന്ന് വെച്ചാൽ നല്ല സ്മെല്ലാണ്. അപ്പോൾ എനിക്ക് സ്മെല്ല് മോയ്സ്ചറൈസിങ് ക്രീം ഫേസിലിടുമ്പം പെട്ടെന്ന് പിമ്പിൾസ് വരും. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഇത് ഞാൻ ഇതെൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ നല്ലൊരു സംഭവം. ഇതിൽ 72 hours മോയ്സ്ചറൈസർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കയ്യിലൊക്കെ അപ്ലൈ ചെയ്യും. അപ്പോൾ കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സംഭവമൊക്കെ ഇല്ലേ, നമ്മളൊരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മണിക്കൂറേ ഉള്ളൂ കേട്ടോ. രാവിലെ നമ്മൾ എങ്ങനെ ചെയ്ത് പോയിട്ടും കാര്യമില്ല. സൈറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ മാത്രമേ എന്ത് 72 hours എഴുതിയാലും അത് 2 മണിക്കൂറൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യും. നന്നായിട്ട് അപ്ലൈ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൈ എപ്പോഴും ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. ചില സമയത്തൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ കിടക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ മൗസ് പിടിക്കാൻ ഇഷ്ടപ്പെടില്ല, ലാപ്ടോപ്പ് പിടിക്കാൻ ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, എപ്പോഴും ഇതുപോലത്തെ എന്തെങ്കിലും പ്രൊഡക്റ്റ് കയ്യിലും കൂടി അങ്ങ് യൂസ് ചെയ്യും. ഓഫീസിലും ഇതുപോലൊരു ക്രീം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല, ഈ ഒരു പ്രൊഡക്റ്റും കണ്ടോ, സൺബ്ലോക്ക് ക്രീം SPF 60 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും നല്ലൊരു സംഭവം കേട്ടോ. ഇത് നല്ല ഒരു മോയ്സ്ചറൈസ് ഫീലായിട്ട് നിൽക്കും. പക്ഷേ ഇതും എനിക്ക് എൻ്റെ ഫേസിൽ പറ്റുന്നില്ല, അതാ ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ആണ് കേട്ടോ. ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് ഇത് രണ്ടുമാണ് എനിക്ക് തന്നിരിക്കുന്നത്, മോയ്സ്ചറൈസറും സൺസ്ക്രീൻ ലോഷനും. അപ്പോൾ ഇതും ഞാൻ എന്ത് വെച്ചാൽ കയ്യിൽ യൂസ് ചെയ്യും. കൈക്കപ്പോൾ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കയ്യിൽ കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്യും. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈറ്റ് സ്ട്രക്ചറായിട്ട് അവിടെ കിടക്കുക.
അപ്പോൾ ഇതിങ്ങനെ കയ്യിൽ അപ്ലൈ ചെയ്യും, കയ്യിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യും. ഭയങ്കര വെയിലൊക്കെയുള്ള സൈഡിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ അപ്ലൈ ചെയ്ത് പോകുന്നത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ, നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വൈറ്റ് ആയിട്ട് കാണുന്നുണ്ടോ, ഇതാ വൈറ്റ് ഷെയ്ഡ്, ഒരു വൈറ്റ് കളർ അടിക്കുന്നുണ്ടോ? പക്ഷേ ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ബോഡിയായിട്ട് സെറ്റ് ആവും. കുറച്ച് സമയം മാത്രമേ ഇങ്ങനെ നിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളത്. അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി നേരെ ഓഫീസിലേക്ക്. അപ്പോൾ വാച്ച് ഇടാനുണ്ട്, വാച്ചും കൂടി ഇടണം. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സെറ്റായി. ഫുൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ റെഡിയായി. ഇനിയിപ്പോൾ നേരെ ഓഫീസ്.